ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് നെടുമങ്ങാവ് ഗോപാലകൃഷ്ണൻ. അധികാരത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ സ്വാർത്ഥ താൽപര്യം സംരക്ഷിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ഈ സാഹചര്യത്തിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് പാർട്ടി നേതൃത്വം നൽകുന്നതെന്നും കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വരേണ്ടത് അത്യാവശ്യമാണെന്നും നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ വിശദീകരിച്ചു. 2023 ജനുവരി മാസം 18-ാം തീയതിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രസ്ഥാനത്തിന് അംഗീകാരം, ദേശീയ ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത്. ഇത് ഡൽഹിയിൽ രൂപീകൃതമായ പ്രസ്ഥാനമാണ്. കേരളത്തിലെ ഇന്ത്യയിൽ മുഴുവനും കേരളത്തിലും ഇത് എല്ലാ ജില്ലകളിലും വളരെ ശക്തമായി വരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിനകത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഒരു മുദ്രാവാക്യം ഇതിനകത്തുണ്ട്: സമത്വം, സാഹോദര്യം, സഹവർത്തിത്വം എന്ന ഒരു മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ പഴയ യൂത്ത് കോൺഗ്രസിന്റെ ആൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. നിരവധി ഇപ്പോൾ നാഷണൽ സ്പോർട്സ് മിഷന്റെ ദേശീയ ചെയർമാനാണ്, അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ദേശീയ ചെയർമാനാണ്, 14 വിദേശ രാജ്യങ്ങളിലുള്ള ട്രസ്റ്റിന്റെ ചെയർമാനാണ്. ഒക്കെയാണെങ്കിലും സ്വാഭാവികമായിട്ട് ദേശീയ ലെവലിലും അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ സംസ്ഥാനത്തൊക്കെ കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥ. കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സ്ഥലത്തും ഒരു വിലയും ഇല്ലാത്ത ഒരവസ്ഥയാണ്. സാധനങ്ങളുടെ വില ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില നിലവാരമുള്ള സംസ്ഥാനം കേരളമാണ്. അത് പെട്രോളിന്റെ ആയാലും ഡീസലിന്റെ ആയാലും ഏത് സാധനം നിങ്ങൾ എടുത്താലും, ഞാൻ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും ഈ കേരളത്തിന്റെ 10-ൽ 1 പോലും ഇല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വില നിലവാരം. ഏത് സാധനം എടുത്താലും ശരി, ഉപ്പ് തൊട്ട് പഴയ പഴമക്കാർ പറയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും. അതുപോലെ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ഒരു വിധത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാലാകാലങ്ങളിലായി ജനങ്ങളെ ഭരിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ എത്രയോ ലക്ഷം കോടി രൂപയുടെ കടക്കാരായി ഇന്ന് കേരളത്തിലെ ജനങ്ങൾ, നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ളവർ കടക്കാരായി മാറിയിരിക്കുന്നു. ഒരു ഓർഗനൈസേഷൻ ഇല്ലാത്ത ഭരണം, അത് ഏത് ഭരണം വന്നാലും ശരി, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയാലും ശരി, UDF ആയാലും ശരി, ഏത് ഭരണം വന്നാലും ശരി, ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ, അതായത് ഒരു കാഴ്ചപ്പാടില്ലാത്ത ഭരണ സംവിധാനങ്ങൾ നടത്തി ധൂർത്തിൻ്റെയും അഴിമതിയുടെയും ഒരു കേളി രംഗമായി നമ്മുടെ നാടിനെ മാറ്റുകയാണ്. അതിനെതിരെ ഒരു വലിയ ശക്തമായി ഞങ്ങൾക്കൊരു വലിയ പ്രകടന പത്രികയുണ്ട്. അത് ഞങ്ങൾ എത്രയും വേഗം പുറത്തിറക്കും. ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ജനകീയ മാറ്റം ഉണ്ടാകണം. കാലാകാലങ്ങളിൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകൾ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുകയാണ്. ഇന്ന് ഒരു രീതിയിലും നീതി കിട്ടാത്ത അവസ്ഥ. എത്രയോ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഓരോ വീടുകളിൽ ചെന്ന് കയറുമ്പോൾ നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏതാണ്ട് 58 സ്ഥാനാർത്ഥികളെ നിർത്തി. കോർപ്പറേഷനിൽ, മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 58 സ്ഥാനാർത്ഥികളെ നിർത്തി. പല സ്ഥാനാർത്ഥികളുടെ സ്ഥലങ്ങളിലും ഞാൻ വീടുകൾ കയറാൻ വേണ്ടി പോയപ്പോൾ അവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: സാർ, നിങ്ങൾ ഇത്രയും നാൾ എവിടെ പോയിരുന്നു? ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനക്കാരെ കൊണ്ട് മടുത്തിരിക്കുന്നതാണ്. കാരണം അത്ര ദുരന്തങ്ങളാണ്. ഒരു ഹോസ്പിറ്റലിൽ പാവപ്പെട്ടില്ല, ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു വിദ്യാർത്ഥി ഒരു അപേക്ഷ കൊടുത്താൽ ഒരു ആപ്ലിക്കേഷന് 500, 1000, 2000 രൂപയാക്കി മാറ്റിയിരിക്കുന്നു. കോളേജുകളിലെ ഫീസുകൾ. അങ്ങനെ നിരന്തരമായിട്ട് ഒരു വിധത്തിലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിക്കാനുള്ള ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലില്ല. വിദ്യ അഭ്യസിച്ചാൽ അവർക്ക് തൊഴിലില്ല. രജനി പ്രസാദ്, KP ഉമ്മർ തുടങ്ങിയ പ്രമുഖ നേതാക്കളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.